ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് കരുതി. ഒരു തട്ടിക്കൂട്ടൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2-3 പാർട്സൊക്കെ ഞാൻ ഇളക്കി മാറ്റി. അപ്പോൾ എനിക്കൊരു ചെറിയ ഗോലി കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബോട്ടിലൊന്ന് സ്റ്റിക്കറൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം കളേഴ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ട് സ്പോഞ്ച് കൊണ്ട് ഇതേ കൂട്ടൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിസ്താഷ്യലുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചും. അതിന് വേണ്ടിയിട്ടൊരു കാർഡ്ബോർഡ് ആണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തും. പിന്നെ ഒരു 10 രൂപയുടെ ഫെവിഗം ഉണ്ടായിരുന്നു, അത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇരിക്കുന്നില്ല, അങ്ങ് ഇളകി പോകുമായിരുന്നു. അപ്പോൾ അത് ഞാൻ തിരിച്ചു വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തും. അപ്പോൾ അത് ഈ ഒരു കോലമാക്കിയെടുത്ത്. പിന്നെ ഒരു കുറച്ച് ചണ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴോ ഞാനിങ്ങനെ അടുത്ത് മാറ്റി വെച്ച് അത് തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഇതേ കൂട്ടും റൗണ്ടിൽ ബോട്ടിൽ നെക്കിനാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ യെല്ലോ പെയിൻ്റ് ആണെങ്കിൽ ഇച്ചിരി യെല്ലോ പെയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യെല്ലോ പെയിൻ്റ് ആണെങ്കിൽ ആ സൈഡിൽ ഒട്ടിച്ചേക്കുന്ന ആ ഒരു പിസ്താഷ്യലിൽ ഞാനിങ്ങനെ കളർ ചെയ്ത് കൊടുത്ത്. അതിനുള്ളായിരുന്നു ആ ചണ കെട്ടാത്ത ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ ഞാൻ ഗ്രീൻ കളർ കൊടുത്ത്. എന്തായാലും ഒരു തട്ടിക്കൂട്ടൽ പെയിൻറ്റിങ് ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 3-4 മണ്ട ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അധികം എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താടി?